ഇനി എടുക്കാനുള്ളത് ഒയ് പാരാമീറ്റർ അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ. ഇവനെ അഡ്മിറ്റൻസ് പാരാമീറ്റർ എന്നും നമ്മൾ പറയും കേട്ടോ. സോ ഒയ് പാരാമീറ്റർ, ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ, പാരാമീറ്റർ, ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ ആണ്, അഡ്മിറ്റൻസ് പാരാമീറ്റർ. സോ നമ്മൾ എപ്പോഴും എടുക്കാറുള്ള പോലെ ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് എടുത്തു വെച്ചു. ഈ 2 പോർട്ട് നെറ്റ്വർക്കിനെ നമ്മൾ ഒയ് പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു സെർട്ടൺ ഇക്വേഷൻസ് നമ്മൾ എഴുതും. നമ്മൾ നേരത്തെ ഇസഡ് പാരാമീറ്ററിന് പഠിച്ച പോലെ 2 ഇക്വേഷൻ ഇതിനുണ്ട്, എല്ലാത്തിനും 2 ഇക്വേഷൻ ഉണ്ട്. സോ ഒയ് പാരാമീറ്റർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വോൾട്ടേജിലാണ് ഇക്വേഷൻ എഴുതുന്നത്. സോ I1 ഈക്വൽ ടു Y11 V1 പ്ലസ് Y12 V2. Also I2 equal to Y21 V1 plus Y22 V2. ഇതാണ് അവിടുത്തെ ജനറൽ ഇക്വേഷൻ. ഓക്കെ, മെട്രിക്സിൽ എങ്ങനെ എഴുതാൻ പറ്റുക? ഇതിനെ മെട്രിക്സ് ഫോമിൽ എങ്ങനെ എഴുതാൻ പറ്റുക? I1 I2 is equal to Y11 Y12 Y21 Y22 into V1 V2. ഇതാണ് മെട്രിക്സ് ഫോം. ഇതാണ് നമ്മുടെ Y പാരാമീറ്ററിന്റെ മെട്രിക്സ്. സോ Y ഈക്വൽ ടു Y11 Y12 Y21 Y22. ഇത് കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് Y പാരാമീറ്റർ. നിങ്ങൾ പഠിക്കേണ്ടതാണ് ഇതാണ് പഠിക്കേണ്ടത്. ഇത്രയാണ് പഠിക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ കണ്ടീഷൻ ഫോർ reciprocity and condition for symmetry. കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാൽ ഇസഡ് പാരാമീറ്ററിൽ എന്താ പറഞ്ഞേ? റെസിപ്രോക്കൽ ആണെങ്കിൽ 2 ഈക്വൽ ആവണം അല്ലേ? ഈ ഡയഗണലിൽ 2 ഈക്വൽ ആണ്. Z12 ഈക്വൽ ടു Z11. അതേപോലെ തന്നെ ഇവിടെ Y12 ഈക്വൽ ടു Y2. സിമിട്രി ആണെങ്കിൽ Z അല്ല Y. സിമിട്രി ആണെങ്കിൽ Y11 ഈക്വൽ ടു Y2. അവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇസഡിന് പോലെ Y ആയെന്നേ ഉള്ളൂ. ഇത്രയൊന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇതിന്റെ ഇക്വലന്റ് സർക്യൂട്ടും കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. അതും കൂടെ ഇവിടെ വരച്ചിടാം. അതും കൂടെ ഒന്ന് കോപ്പി ചെയ്തേക്കാം. ഇത് കോപ്പി ചെയ്യാം. ഇനി ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. Okay. चलो ओके ले ഓക്കെ ശരി. ആരെങ്കിലും എഴുതാനുണ്ടെങ്കിൽ പറയണം കേട്ടോ, വെയിറ്റ് ചെയ്യാം, പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ തരുവാണ്. Y പാരാമീറ്റർ ആണെങ്കിൽ ഒറ്റ നോഡ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യനെ വരത്തുള്ളൂ കേട്ടോ. സോ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാൻ മറക്കരുത്. ഒന്നുകൂടെ കോപ്പി ചെയ്തിട്ട് എഴുതാൻ. ഗിവൺ ഡേറ്റയിൽ എന്തൊക്കെ തന്നേക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഈ ക്വസ്റ്റ്യനില് obtain the admittance parameter. ഞാൻ നേരത്തെ അഡ്മിറ്റൻസ് എന്നാണ് ഇംപെഡൻസ് എന്നാണ് പറഞ്ഞത്. അഡ്മിറ്റൻസ് തന്നെയല്ലോ. ഷോർട്ട് സർക്യൂട്ട് ഓർ അഡ്മിറ്റൻസ് പാരാമീറ്റർ ആണ് കേട്ടോ. ചിലപ്പോൾ അത് ഇംപെഡൻസ് പറയും. സോ obtain the admittance parameter. So obtain the admittance parameter or short circuit parameter. ഓക്കെ, ഇതിൽ വരുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാം. ഞാനിപ്പോ ജനറലൈസ് ചെയ്തൊന്നും പറയുന്നില്ല. നമ്മൾ വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്യിക്കുകയാണ്. കാര്യം നമുക്ക് ആ ഷോർട്ട് ചെയ്യുമ്പോഴുള്ള കണ്ടീഷൻ ഇല്ലേ, അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പക്ഷെ വെറുതെ സമയം നഷ്ടപ്പെടുത്താം. ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ഇതാണ് ക്വസ്റ്റ്യൻ. obtain the admittance parameter.
So y equal to y1 on y12 y2 on y22. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഞാൻ ഈ ഇതിൽ തന്നെ അങ്ങ് ചെയ്യുവാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അഡ്മിറ്റൻസ് പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ ഒയ് പാരാമീറ്റർ ആണ്. ഒയ് പാരാമീറ്ററിൽ മാത്രം നമ്മൾ മെഷ് അല്ല ചെയ്യുന്നത്, നോഡാണ്. മെഷ് അല്ല ചെയ്യുന്നത്, നോഡാണ്. സോ എത്ര നോഡുണ്ട്? ഒറ്റ നോഡേ ഉണ്ട് അല്ലേ? ഒരൊറ്റ നോഡേ ഉണ്ട്. ആ നോഡിന് എന്ത് പേര് വിളിക്കാം? ഇവിടെ V1, ഇപ്പുറത്ത് V2, അപ്പൊ ഇത് V3 എന്ന് വിളിക്കാം. സോ ഒരു അൺനോൺ വോൾട്ടേജ് V3. ക്ലിയർ? സോ ഇവിടെ ഈ നോഡിൽ KCL ഇക്വേഷൻ എഴുതാം. അപ്ലൈ KCL ഓൺ നോഡ് 3. ഓൺ നോഡ് 3. നോഡ് 3 KCL ഇക്വേഷൻ. സോ KCL എഴുതുമ്പോൾ എല്ലാ ബ്രാഞ്ചിലെയും കറണ്ട് അറിയണ്ടേ? ഇതറിയാം I1, ഇതറിയാം I2, അപ്പൊ ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? പേര് I3 എന്ന് വിളിക്കാം. സോ ഈ കറണ്ട് നമുക്ക് I3 എന്ന് വിളിക്കാം. സോ എൻട്രി കറണ്ട് എന്ന് പറയുന്നത് I1 plus I2 equal to I3. സോ I3 നമുക്ക് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവരാം. സോ I1 plus I2 minus I3 equal to 0. I1 plus I2 minus I3 equal to 0. I1 plus I2 minus I3 equal to 0. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യും, ഇത് എഴുതണ്ട ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുവരെ എഴുതി വെക്കാം. ഓക്കെ, നമ്മളെ ജനറൽ ഇക്വേഷൻ എന്താണ്? y പാരാമീറ്ററിന്റെ I1 equal to y11 into V1 plus y12 into V2, I2 equal to y21 into V1 plus y22 into V2. ഇത് ഓർമ്മ വേണം. ഏത് പ്രൊസീജിയർ ചെയ്യണമെങ്കിലും കമ്പയർ ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുന്നത്. നോഡായാലും മെഷ് ചെയ്താലും കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അവിടെ എഴുതി വെക്കാം. സോ നമുക്ക് ഈ ഒരു ഫോമിലാണോ ഇപ്പോ KCL ഇക്വേഷൻ കൊടുത്തപ്പോ കിടക്കുന്നത്? അല്ല, ഒരു ബന്ധവുമില്ല അല്ലേ? എല്ലാം I1, I2, I3 അല്ലേ കിടക്കുന്നത്. അതവിടെ കിടക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കണം. ഇനി എന്താണ് I1 എന്ന് പറഞ്ഞാൽ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ടാണ് I1 അല്ലേ? സോ ആ കറണ്ട് I1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? നോഡ് പഠിപ്പിച്ചതല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്, അതായത് V1 നിന്ന് V3യിലേക്കാണ് പോകുന്നത്. അപ്പൊ ആ കറണ്ട് നമുക്ക് എന്ത് പറയാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ റെസിസ്റ്റൻസ്. എവിടെ നിന്ന് എങ്ങോട്ടാ പോകുന്നത്? V1 നിന്ന് V3യിലേക്ക്. സോ V1 മൈനസ് V3 ആണ് അതിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ. V1 മൈനസ് V3 ആണ് അതിന്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ അല്ലേ? ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്ത് അതുവഴി പോകുന്ന കറണ്ട് കിട്ടത്തില്ലേ? പറഞ്ഞു മനസ്സിലായോ? എങ്ങനെയാണ്? ഇവിടുത്തെ വോൾട്ടേജ് V1, ഇവിടുത്തെ വോൾട്ടേജ് V3. അങ്ങനെ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V1 മൈനസ് V3 പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റൻസ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ നമുക്ക് I1 കിട്ടത്തില്ലേ? അതാണ് ഇവിടെ ഓടിട്ട് V1 മൈനസ് V3 ബൈ 1. ക്ലിയർ? അതേപോലെ I2 ഇക്വേഷൻ എഴുതാൻ നോക്കിയേ. I2 എന്ന് പറയുന്ന ഇക്വേഷൻ എഴുതാൻ നോക്കിയേ. I2 എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ഫിഗർ നോക്കിയേ. V2 നിന്ന് V3യിലേക്ക് പോകുന്ന അതല്ല I2. ഡയറക്ഷൻ അവർ തന്നിട്ടുണ്ട്. സോ എങ്ങനെ എഴുതും? V2 മൈനസ് V3. സ്റ്റാർട്ടിംഗ് വോൾട്ടേജ് മൈനസ് എൻഡിങ് വോൾട്ടേജ് ആണ്. സോ V2 മൈനസ് V3 ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് ഏതാണ്? 3. മനസ്സിലാവാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം, പ്രശ്നമില്ല. സോ ഇത് ഇങ്ങനെ എഴുതി രണ്ട് ഇക്വേഷൻ. ഇതിനെ A എന്ന് വിളിക്കുക, ഇതിനെ B എന്ന് വിളിക്കുക. I1ലും I2. ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക? സോ I1 equal to V1 minus V3. Similarly, I2 equal to 1/3 V2 minus 1/3 V3. Clear? ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമോ? കമ്പയർ ചെയ്യാം, പക്ഷെ എൻറ്റയർലി കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണ്? ഇവിടെ V3 എന്ന് പറയുന്ന ടേം നമ്മുടെ ജനറൽ ഇക്വേഷൻ ഇല്ല. അപ്പൊ അവൻ അങ്ങ് ഒഴിവാക്കുക. V3 ടേമിനെ അങ്ങ് ഒഴിവാക്കുക അല്ലേ? V3 ടേം ഇങ്ങനെ ഒഴിവാക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ഈ ഫസ്റ്റ് ഇക്വേഷന്റെ ഉപയോഗം മനസ്സിലാവുന്നത്. ഓക്കെ, ഈ നോഡ് മാത്രം അല്പം ബുദ്ധിമുട്ടാണ്, പക്ഷെ എല്ലാത്തിലും ചെയ്യേണ്ട ഈ സെയിം പ്രൊസീജിയറാണ്. നോഡിന്റെ എല്ലാ ക്വസ്റ്റിനും ചെയ്യേണ്ട ഈ സെയിം പ്രൊസീജിയറാണ്. സോ അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ആ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? ആ ഇക്വേഷൻ ഞാൻ ഇങ്ങോട്ട് എടുത്ത് എഴുതുവാണ്. സോ ഫ്രം ഇക്വേഷൻ 1 I1 plus I2 equal to I3. I1 ന്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? V1 minus V3 പ്ലസ് I3 ന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്.
1/3 V2 minus 1/3 V3 അല്ലെ ഈക്വൽ ടു I3. I3 യുടെ വാല്യൂ നമുക്ക് അറിയണം. I3 യുടെ വാല്യൂ എന്താണ്? I3 യുടെ വാല്യൂ യെസ് ഇതാണ് I3 അല്ലേ. താഴേക്ക് പോകുന്ന കറണ്ടാണ് I3. I3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? V3 മൈനസ് 0 അല്ലേ. എങ്ങനെയാണ്? V3 മൈനസ് 0. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ്? 0. റെഫറൻസ് അല്ലേ നോഡിലെ. റെഫറൻസ് വോൾട്ടേജ് എന്താണ്? 0 വോൾട്ട്. സോ V3 മൈനസ് 0/2. V3 മൈനസ് 0/2. So V3 minus 0/2 means V3/2. Clear? ഇനി ഈ ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? നമുക്ക് അറിഞ്ഞുകൂടാത്ത ഈ V3 യുടെ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ആ ഒരു ബുദ്ധിമുട്ട്, ഇത്രയും ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ന്യൂമറിക്കലി ചെയ്ത് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. സോ V3 ഇവിടെ ഉണ്ട് അല്ലേ. അപ്പൊ V3 ടേം എല്ലാം അപ്പുറം കൊണ്ടുപോകാം. സോ V1 plus 1/3 V2 equal to V3 into 1/2 plus 1/3 plus 1. ഈ നെഗറ്റീവ് ടേംസ് എല്ലാമാണ് V3. അതെല്ലാം അപ്പുറം കൊണ്ടുപോകും പ്ലസ് ആവും. അതാണ് ഞാൻ V3 കോമൺ എടുത്ത് എഴുതിയിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? നെഗറ്റീവ് ടേംസിനെല്ലാം V3 ടേം എല്ലാം റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ക്ലിയർ? ഓക്കെ. 11/6 കിട്ടും. കറക്റ്റല്ലേ? ഇത് ഇത്രയും ചെയ്ത് നോക്കുക നിങ്ങൾ. 11/6 കിട്ടും. സോ V1 plus 1/3 V2 equal to 11/6 into V3. ക്ലിയർ? ഇനി അവിടെ നിന്ന് കണ്ടുപിടിക്കണ്ടേ? V3 യുടെ വാല്യൂ കണ്ടുപിടിക്കുക. സോ V3 equal to ഇതിനങ്ങോട്ട് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 6/11 V1 plus 2/11 V2 എന്ന് വരും. മനസ്സിലായി കാണും V3 യുടെ വാല്യൂ. ഇച്ചിരി എന്താണ് സ്വാഭാവികമായിട്ടും ഇച്ചിരി ലെന്തി ആയിരിക്കും. പക്ഷെ ഇതിന്റെ ഷോർട്ട് കട്ട് ഇപ്പൊ പറയാൻ നിവർത്തിയില്ല. ഈ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഷോർട്ട് കട്ട് ചെയ്യുമെന്ന് ഇപ്പൊ പറയാൻ നിവർത്തിയില്ല. കാരണം നമ്മൾ ആ കാര്യങ്ങൾ ഇനി പഠിക്കത്തേ ഉള്ളൂ. ഓക്കെ, ഇത് ഒരു പരിധി വരെ ഇത് നമുക്ക് വേണമെങ്കിൽ ഷോർട്ട് കട്ട് എന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രോപ്പർ മെത്തേഡ് തന്നെയാണ്. ഓക്കെ, ക്ലിയർ? ശരി. ഓക്കെ, ഇതുവരെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ മുന്നേ എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻസ് ഞാൻ താഴോട്ട് എഴുതുവാണ്. I1 equal to V1 minus V3. അതേപോലെ I2 equal to V1 minus V2 minus V3 അല്ലേ. 1/3 വേണ്ട അല്ലേ. 1/3 minus 1/3 മൈനസ് അല്ലേ. യെസ്, ഇവിടെ 1/3 ഉണ്ട്, ഇവിടെ 1/3 ഉണ്ട്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ V3 യുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും അല്ലേ. അപ്പൊ V3 യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? I1 equal to V1 minus 6/11 V1 plus 2/11 V2. സോ അവിടെ V1 ന്റെ ടേംസ് രണ്ട് ഒരുമിച്ചാക്കുക. സോ I1 equal to V1 into ഇവിടെ 1 minus 6/11 ആണ്. 1 minus 6/11. അപ്പൊ അതെങ്ങനെ ചെയ്യാൻ പറ്റും? 1 minus 6/11. അതായത് 11 minus 6 5/11. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കി 5/11 സബ്ട്രാക്ട് ചെയ്തു. കറക്റ്റല്ലേ? 5/11 അല്ലേ? യെസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരാണുള്ളത്? ഡയറക്റ്റ് 2/11 അവിടെ എഴുതിയാൽ മതി. ഓക്കെ, ഇക്വേഷൻ എ. അതേപോലെ ഈ രണ്ടാമത്തെ ഇക്വേഷനിലും കൊണ്ട് V3 വാല്യൂ ഇവിടെയും കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 1/3 ഉണ്ട്, അത് തെറ്റരുത്. സോ I2 equal to V2/V3 minus 1/3 into ഈ വാല്യൂ 6/11 V1 plus 2/11 V2. അവിടെ അകത്തേക്ക് അത് 1/3 കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും? I2 equal to സോ ഇവിടെ V2/3 ആണ്. V2/3. സോ I2 equal to V2/3 minus ഈ 3 അകത്ത് കൊടുക്കുമ്പോൾ 2/11 plus 2/V1 plus 2/33 V2.
കറക്റ്റല്ലേ? മിസ്റ്റേക്ക് ഒന്നുമില്ലല്ലോ. ഓക്കെ, ഇനി അടുത്ത I2 ഈക്വൽ ടു V2 ടൈം ഉണ്ട്. ആദ്യം V1 ആണ് എഴുതേണ്ടത്. സോ -2/11 V1 -2/11 V1. അടുത്ത് പ്ലസ് ഇത് രണ്ടും കൂടെ ഒരുമിച്ചാക്കുക. അത് രണ്ട് ആഡ് ചെയ്യണ്ടല്ലേ? സോ 1/3 പ്ലസ് 2/33 അല്ലേ? എത്ര കിട്ടും? 39/11 വരും. 99 അല്ലേ? കറക്റ്റല്ലേ? നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. അത് ഒന്ന് ഒരു സെക്കൻഡ് അതൊന്ന് ചെയ്ത് നോക്കട്ടെ. I2 ഈക്വൽ ടു എഴുതിയിരിക്കുന്ന കറക്റ്റല്ലേ? -2/11 പ്ലസ് ഇവിടെ 1/3 പ്ലസ് 2/3 കറക്റ്റാ. മുകളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലേ ഉള്ളൂ. ഓക്കെ, സോ I2ന്റെ വാല്യൂ കിട്ടില്ലേ? ഇക്വേഷൻ ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഒരു സെക്കൻഡ് കാൽക്കുലേഷൻ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി എന്താണ് ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. ഡയറക്റ്റ് ആൻസർ ആയില്ലേ? ഈ എയും ബിയും കിട്ടിയില്ലേ? അത് നമ്മുടെ ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്താൽ മതി. എന്താണ് ജനറൽ ഇക്വേഷൻ? I1 equal to Y11 V1 plus Y12 V2. So I2 equal to Y21 V1 plus Y22 V2. Okay, ഇതായിരിക്കും ജനറൽ ഇക്വേഷൻ. ഓക്കെ, കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് Y11, ഇതാണ് Y12, ഇതാണ് Y21, ഇത് Y22. ഞാൻ അവിടെ എഴുതുവാണ് Y11 Y12 Y21 Y22. ഈ രണ്ട് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ഫൈനലൈസ് മെട്രിക്സ് വേണമെങ്കിൽ ഒന്ന് വരച്ച് വെച്ചോ. മെട്രിക്സ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോ. മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ തരാം കേട്ടോ, ഇത് മാർക്ക് ചെയ്ത് വെച്ചോളേ. ഓക്കെ, വേഗം കംപ്ലീറ്റ് ചെയ്യണത്. ഓക്കെ, ആൻസറിൽ ഇവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ആൻസർ ഇതല്ല, ഈ ഒരു ടൈം മാത്രം ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അത് എവിടെയോ ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നമ്മൾ എഴുതിയെടുത്ത് എവിടെയോ ഒരു ചെറിയ കറക്ഷൻ. ഇവിടെ ലാസ്റ്റ് സോൾവ് ചെയ്തതിൽ പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഓക്കെ, ഇവിടെ മൈനസ്, യെസ്, ഇതായിരുന്നു പ്രശ്നം. ഈ മൈനസ് എടാ ഒന്ന് കറക്റ്റ് ചെയ്തോളേ. ഈ -3 ആണ് ഇവിടെ കിടന്നത് അല്ലേ? അത് അകത്ത് കൊടുക്കുമ്പോൾ എന്താണ്? -2/11. ഇവിടെ മൈനസ് ആവത്തില്ലേ? ഇവിടെ മൈനസ് ആണ് കേട്ടോ, അതായിരുന്നു പ്രശ്നം. സോ ഇവിടെ മൈനസ് ആണ്, സോ ഇവിടെ മൈനസ് ആണ്. മനസ്സിലായി? കാര്യം ഈ മൈനസ് ആകത്ത് കൊടുക്കുമ്പോൾ ഇവിടെ മൈനസ് ആവും. ഓക്കെ, ഇനി കറക്റ്റായി കിട്ടും. ഓക്കെ, അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം നമുക്ക്. അപ്പോൾ ഇത് ആൻസർ തെറ്റാണ്, ഈ ഒരു വാല്യൂ മാത്രം, മറ്റേ കറക്റ്റ് ആണ്. ആ ഒരു സിംപ്ലിഫിക്കേഷൻ ചെയ്യുമ്പോൾ 1/3 മൈനസ് 2/33. ഓക്കെ, ക്ലിയർ? അപ്പൊ എത്ര കിട്ടും? കറക്റ്റ് അല്ലേ? 1/3 മൈനസ് 2/33, 99, 33 മൈനസ് 6 അല്ലേ? കിട്ടും 27/99 അല്ലേ?
അതായിരിക്കും ആൻസർ 27/99 ഇതായിരിക്കും ആൻസർ. ഓക്കെ, അത് കറക്റ്റ് ചെയ്തോളണേ. മൈനസ് ആണ്, മൈനസിന്റെ പ്രശ്നം. ഓക്കെ, അപ്പൊ കറക്റ്റ്. അപ്പൊ ഇതാണ് നമ്മുടെ y പാരാമീറ്റേഴ്സ്. അത് വേണമെങ്കിൽ എടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഒന്ന് മെട്രിക്സ് ആക്കി വരച്ച് വെക്കുക. 5/11 എങ്ങനെ വരുന്നേ? 5/11. രണ്ടാമത്തെ ടൈം ഏതായിരുന്നു? 2/11. 2/11. 2/11. ഇവിടെ -2/11. ഓക്കെ, പറഞ്ഞോ. ഏതാ? y12. y12 ഇതല്ലേ? മൈനസ് ആണോ പറഞ്ഞത്? ഇവിടെ മൈനസ് ആണോ വരുന്നത്? മൈനസ് അകത്തെ ഇവിടെ ആ മൈനസിന്റെ പ്രശ്നമുണ്ട് കേട്ടോ. നിങ്ങൾ ആദ്യം ഇക്വേഷൻ എ എഴുതിയെടുത്ത് മൈനസ് ആയിക്കോണേ. അവിടെയും നമ്മൾ v3 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും മൈനസ് അകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, ഡയറക്റ്റ് എഴുതുമായിരുന്നു ചെയ്തേ. സോ മൈനസ് അകത്ത് വരും. സോ ഇവിടെയും മൈനസ്. ഓക്കെ, അത് മാറ്റി മൈനസ് ആക്കിയാൽ മതി. അപ്പൊ രണ്ടിന്റെ പേര് -2/11 വരും കേട്ടോ. -2/11. ഇത് 22/99. 27/99. അത് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്തോളണം. ഇവിടെ മൈനസ് അകത്ത് കൊടുത്തിട്ടില്ലായിരുന്നു. രണ്ട് കേസിലും ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രണ്ടിടത്ത് മൈനസ് ആയിക്കോണേ. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? വേറൊരു ക്വസ്റ്റ്യൻ തരാം. ഇതില് വരുന്ന മറ്റൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ, അതായത് നോക്കിക്കോ, ഇത് കംപ്ലീറ്റ് ആയല്ലോ. ഇത് കറക്റ്റ് ചെയ്യണം കേട്ടോ. മുകളിൽ താഴെ മൈനസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മൈനസ് ഉണ്ട്, കാരണം നമ്മൾ v3 വാല്യൂ ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ ബ്രാക്കറ്റ് കൊടുത്തില്ലായിരുന്നു. അപ്പൊ മൈനസ് അകത്ത് പോകുമ്പോൾ ഇവിടെയും മൈനസ് ഇവിടെ മൈനസ് വരും. ഇനി ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കിയപ്പോഴാണ് രണ്ട് മൈനസ് വന്നു. ഓക്കെ, ഇവിടെയും മൈനസ് ആണ്. ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എക്സ്ട്രാ മൈനസ് ഇവിടെ കൊടുക്കുക. അപ്പൊ ഇവിടെയും മൈനസ് ആവും. അപ്പൊ ആൻസർ എഴുതുമ്പോൾ ഇത് -2/11 ആയിരിക്കും വരും. ഓക്കെ, എന്നാലേ റെസിപ്രോക്കൽ ആവുള്ളൂ. കാര്യം ഇത് രണ്ട് സെയിം ആവണ്ടേ. റെസിപ്രോക്കൽ ആണ്, പക്ഷേ സിമിട്രി ആണോ? സിമിട്രി അല്ല, റെസിപ്രോക്കൽ ആണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കണം. ഓക്കെ, അപ്പൊ ഇതൊന്ന് നിങ്ങൾ ഇത്രയും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോട്ടോ. സോ അതേപോലെ തന്നെ വേറൊരു ടൈപ്പ്, സപ്പോസ് ഇങ്ങനെ വരുവാണ്. ഇങ്ങനെ വരുവാണ് ഈ നെറ്റ്വർക്ക്. ഓക്കെ, ഇത് ഞാനിപ്പോ ചെയ്ത സമയങ്ങളല്ല. നോഡാണെങ്കിൽ നമുക്ക് രണ്ട് നോഡ് ഇക്വേഷൻ ഒക്കെ എഴുതാം. ഇമാതിരി ഒരുപാട് പരിപാടിയുണ്ട്. പക്ഷെ ഈ നെറ്റ്വർക്കിനെ വിളിക്കുന്ന പേരാണ് പൈ നെറ്റ്വർക്ക്. പൈ നെറ്റ്വർക്ക്. ഈ പൈ നെറ്റ്വർക്കില് ഈ എലമെന്റ്സ് OA, OB, OC എന്ന് വിളിക്കും. ഇത് 2 പോർട്ട് നെറ്റ്വർക്ക് ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് നോഡിൽ ഇക്വേഷൻ ഒക്കെ എഴുതി ഒരുപാട് സമയം പോകും. പക്ഷെ ഈ പൈ നെറ്റ്വർക്ക് നമുക്ക് നേരത്തെ T നെറ്റ്വർക്ക് പഠിച്ചില്ലേ, Z പാരാമീറ്റർ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ പൈ നെറ്റ്വർക്ക് വരുവാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റുന്നത് Y പാരാമീറ്റർ. അതിന് ഷോർട്ട് കട്ട് ഉണ്ട്. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെ നെറ്റ്വർക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ഓരോ എലമെന്റ്സ് ആയിട്ട് എല്ലാ OA, OB, OC നോൺ വാല്യൂ ആയിരിക്കും. കാര്യം ഈ നെറ്റ്വർക്ക് തന്നിട്ടുണ്ടാവും, ന്യൂമറിക്കൽ വാല്യൂസ് തന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് Y1 കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. മനസ്സിലായി? ആരൊക്കെ? OA പ്ലസ് OB. അതായത് Y22 കണ്ടുപിടിക്കണമെങ്കിലോ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി, OB പ്ലസ് OC. അടുത്ത് Y12 കണ്ടുപിടിക്കണമെങ്കിലോ
y12 y12 ഇത് തന്നെയാണ്, പക്ഷെ ഒരു മൈനസ് കൂടെ കൊടുക്കും. സോ മൈനസ് ഒയ് ബി. y21 കണ്ടുപിടിക്കുകയാണെങ്കിലോ മൈനസ് ഒയ് ബി. അത് രണ്ടും സെയിം തന്നെ. y12 y21 സെയിം അല്ലേ? സോ അത് രണ്ടും മൈനസ്. ഇതായിരിക്കും നമുക്ക് അവിടെ y11ന്റെയും y22ന്റെയും y12ന്റെയും y21ന്റെയും ഒക്കെ വാല്യൂസ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ നെറ്റ്വർക്ക് തന്നിട്ട് സപ്പോസ് താണ്ട ഇങ്ങനെ നെറ്റ്വർക്ക് തന്നേക്കുവാണ് കേട്ടോ. ഈ നെറ്റ്വർക്ക് തന്നേക്കാണ് 1 2 3. ഈ നെറ്റ്വർക്കിന്റെ y പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? y1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 + 2 3. y22 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 3 + 2 5. y21 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? -2. അതേപോലെ y12 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതും -2. ഇതിന് മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, കോപ്പി ചെയ്യാൻ ഇത്രയും. ഓക്കെ, ഇനി തിരിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തിരിച്ച് നിങ്ങൾക്ക് y11 y22 y12 y പാരാമീറ്റർ എല്ലാം തന്നിട്ടുണ്ട്. ഒബ്റ്റെയിൻ ദ പൈ നെറ്റ്വർക്ക് എന്ന് ചോദിക്കും. അതാണ് ഇത്രയും നിങ്ങൾ എഴുതിയെങ്കിൽ കംപ്ലീറ്റ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഫോർമുല എഴുതിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇനി ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? കംപ്ലീറ്റ് ചെയ്തല്ലോ. തിരിച്ച് കണ്ടുപിടിക്കുന്നത് ഇഫ് y parameters are given, then obtain a pi network. തിരിച്ച് ചെയ്യാനുള്ള കണ്ടീഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? അതായത് ഈ പറഞ്ഞ y11 y12 y21 y22ന്റെ വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. നമുക്കറിയാം ya പ്ലസ് yb ആണെന്നും ഇത് മൈനസ് yb ആണെന്നും ഇതും മൈനസ് yb ആണെന്നും ഇത് yb പ്ലസ് yc ആണെന്നും നമുക്കറിയാം. നമ്മൾ ഇപ്പൊ കുറച്ചും പേര് ഇതാ ഇവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുള്ളൂ. അത് ഒന്നുകൂടെ റീഡ്രോ ചെയ്തേ. അപ്പോ ഇവിടെ oa yb yc ആണ് കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഈ വാല്യൂസ് തന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത അതേ പ്രൊസീജിയർ അതിന് ഇക്വേഷൻ ഉണ്ടാക്കുക. എങ്ങനെ ഉണ്ടാക്കും നോക്കേ? ഇത് എളുപ്പമാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒയ്ബിയുടെ വാല്യൂ എന്താണ്? ഇത് oa പ്ലസ് yb അല്ലേ? നമുക്ക് അവിടെ നിന്ന് ഇവിടെ y12ന്റെ വാല്യൂ എന്താണ്? ഒയ്ബിയുടെ അവിടെ എഴുതാം. yb എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് y12 മാത്രമാണോ? അല്ല, yb ഈക്വൽ ടു മൈനസ് y2 അല്ലേ? ഒയ്ബിക്ക് രണ്ട് വാല്യൂ എഴുതാം. ഇനി ഈ വാല്യൂ വെച്ചിട്ട് y1ന് സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കാം. ഒയ്ബിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ y11 ഈക്വൽ ടു oa പ്ലസ് മൈനസ് y2. ഒരു സെക്കൻഡ്, മൈനസ് y2 കറക്റ്റ് അല്ലേ? y21 മാത്രമല്ല y12 വരും. സോ y11 ആണേ. y11 ഈക്വൽ ടു oa മൈനസ് y2. Okay, y1 equal oa minus y2. So oa equal to y11 plus y1. ഇതിനാണെങ്കിൽ ഇതൊരു സ്റ്റെപ്പ്, ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2. അത് രണ്ടും സെയിം ആണ്, അതുകൊണ്ടാണ് ഒരു ഇക്വേഷൻ ആക്കിയത്. ഇനി ആരെ കൂടെ കണ്ടുപിടിക്കാം? yc അല്ലേ? yc ഇതാണ് കിടപ്പുന്ന ഈ ഇക്വേഷൻ. ആ ഇക്വേഷനിൽ നിന്ന് y22 ഈക്വൽ ടു yb-യുടെ വാല്യൂ എന്താണ്? ഇത് രണ്ടിൽ ഏതാണ് കൊടുക്കാം? അതേപോലെ yക്ക് ഒരു ഓപ്ഷനും കൂടെ ഉണ്ട്. ഏതാണ് ഒരു ഓപ്ഷൻ? y11 പ്ലസ് y21 കൊടുക്കാം. കാര്യം yb-ക്ക് ഞാൻ y21 ആണ് കൊടുത്തത്, അതുകൊണ്ടാണ് ഫസ്റ്റ് ഇക്വേഷൻ y2. ഓക്കെ, ഇവിടെ ഇത് 21 ആണ് കേട്ടോ. ഫസ്റ്റ് 21 ആണ്. ഫസ്റ്റ് കേസിൽ 21 ആണ് നമ്മൾ ചെയ്തത്. 21 ആണ്. ഇനി 1 2 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഓർ ഇങ്ങനെയും കിട്ടും y1ന്റെ വാല്യൂ. അതും ചേർത്ത് ഇക്വേഷൻ 2 നിർമ്മിക്കാം. സിമിലർലി ഇവിടെ y22ന്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? yb പ്ലസ് yc. yb-യുടെ വാല്യൂ എന്തുവാണ്? ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും കൊടുത്താൽ മതി. ഏത് കൊടുത്താലും കറക്റ്റ് ആണ്, രണ്ടും സെയിം ആണ്. സോ ഞാൻ ആദ്യം y12 കൊടുക്കുകയാണ്, മൈനസ് y1.
minus y12 plus yc. So yc equal to y22 plus y12. ഇത് മാത്രമാണോ? Or yc equal to y22 plus y2. Clear? ഇത് ഇക്വേഷൻ. ഈ പറഞ്ഞ സെറ്റുകളിൽ മൂന്നെണ്ണത്തിൽ ഏത് വേണം ഉപയോഗിക്കാം. മൂന്ന് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. മൂന്ന് സെറ്റ് ഇക്വേഷൻസ് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ആ മെട്രിക്സും കൂടെ വരച്ചിട്ട് നമുക്കൊന്ന് പറഞ്ഞു നോക്കുവാണെങ്കിൽ അതും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. y11 y12 y21 y22 തന്നേക്കുവാണ്. പൈ നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് y യെ കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒന്നെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്യുക. മനസ്സിലായി? നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് അല്ലേ? എഴുതിയിട്ടുണ്ട് ഓൾറെഡി. ഇനി y b കണ്ടുപിടിക്കണമെങ്കിലോ? y b കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുമില്ല, മൈനസ് ഓഫ് ഈ രണ്ട് ടൈം, ഏതെങ്കിലും ടൈം, രണ്ടും സെയിം ആയിരിക്കും. ഇത് രണ്ടും സെയിം ആയിരിക്കും. സോ മൈനസ് ഓഫ് ആ ടൈം, അതാണ് y b. yc എന്ന് പറഞ്ഞാൽ എന്തുമായിരിക്കും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടോ ഇത് രണ്ടോ ഏതെങ്കിലും നമ്മൾ, അതല്ല ഇവിടെ എഴുതിക്കണേ. y22 plus y12 or y12 plus y22. ക്ലിയർ? ഓക്കെ. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അവിടെ നിന്ന് പൈ നെറ്റ്വർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ. അടുത്ത് ABCD പാരാമീറ്റർ. ഓക്കെ. ഇതിന്റെ കൺവെർഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അത് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ, അതായത് ABCD കൂടെ ഇത് തീർക്കണം. അടുത്ത ക്ലാസ്സിലെ H ഇതിപ്പോ y അല്ലേ, ABCD തുടങ്ങി വെക്കാൻ പറ്റുള്ളൂ. കാര്യം അതിനകത്ത് ഇൻവേഴ്സും കൂടെ ഉണ്ട്. ABCDക്ക് ഇൻവേഴ്സ് ഉണ്ട്, അതുപോലെ H പാരാമീറ്ററിന് ഇൻവേഴ്സ് ഉണ്ട്. പിന്നെ മൊത്തം 4 പാരാമീറ്റർ കൂടെ പഠിക്കാനുണ്ട്. പിന്നെ നമുക്ക് ABCD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. കംപ്ലീറ്റ് എന്തായാലും കുറച്ചെടുക്കാൻ പറ്റും. ഓക്കെ. ക്ലാസ്സുകൾ ഇനി അങ്ങോട്ട് അല്പം സമയം ഇങ്ങനെ എടുക്കും, 2 മണിക്കൂർ തികച്ചെടുക്കും മിക്കവാറും. സമയം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ. കാര്യം എക്സാം ഉടനെ തന്നെ ഉണ്ടാവും. ഓക്കെ. അധികം ലേറ്റ് ആവത്തില്ല. ഇത് ക്ലിയർ അല്ലേ? ശരി. സോ നെക്സ്റ്റ് ABCD പാരാമീറ്റർ. ഒരു ക്വസ്റ്റ്യനും കൂടെ അവിടെ ഉണ്ടാവും കേട്ടോ. ഒരു ക്വസ്റ്റ്യനും കൂടെ അവിടെ ഉണ്ടാവും y പാരാമീറ്റർ. അത് ഇപ്പോ ഈ ക്വസ്റ്റ്യൻ ഇല്ലേ, ഇതേപോലെ നമ്മൾ നേരത്തെ ചെയ്തില്ല ഒരു ക്വസ്റ്റ്യൻ, ഇതേപോലെ ഓപ്പൺ ആവും ഷോർട്ട് ആവും എന്ന് പറഞ്ഞിട്ട്, അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഒയിലും ഉണ്ടാവും. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് നോക്കട്ടെ, ഒരു സെക്കൻഡ്. ആ ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. ആ ഒരു ടൈപ്പ് അത് കൂടെ ചെയ്യാം. കാര്യം ആ ഒരു മെത്തേഡ് ഞാൻ വിട്ടുപോയി. നമ്മൾ ചെയ്തത് തന്നെ ഇത്, ഈ y പാരാമീറ്റർ നമ്മൾ ചെയ്തിട്ടില്ല. The test result of two-port network are okay, A എന്ന് എഴുതിയിട്ട് when port 2 short circuit, that is comma V1 equal to 50 angle 0, I1 equal to 2.1 angle minus 30, I2 equal to minus 1.1 angle minus 20 degree. I2 equal to minus 1.1 angle minus 20 degree, 2.1 angle minus 30 degree, 50 angle 0. Okay, correct. രണ്ടാമത് when port on short circuit, port on short ആകുമ്പോൾ എന്താണ്? V2 equal to 50 angle 0, I2 equal to 3 angle minus 15, I1 equal to minus 1.1 angle minus 20 degree. Clear? Okay. Find
ഫൈൻഡ് ഷോർട്ട് സർക്യൂട്ട് പാരാമീറ്റർ. അതായത് ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. കോപ്പി ചെയ്യാം, നിങ്ങൾ ക്വസ്റ്റ്യൻ കോപ്പി ചെയ്യാം. ഒരു 2 പോർട്ട് നെറ്റ്വർക്ക് ഉണ്ട്. ഇവിടെ V1 ഉണ്ട്, ഇവിടെ V2 ഉണ്ട്, ഇവിടെ I1 ഉണ്ട്, ഇവിടെ I2 ഉണ്ട് അല്ലേ? ഫസ്റ്റ് കണ്ടീഷൻ ആണ് വെൻ പോർട്ട് 2 ഷോർട്ട് സർക്യൂട്ട്. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ടെർമിനൽ ഷോർട്ട് ചെയ്യാണ്. സോ സെക്കൻഡ് ടെർമിനൽ ഷോർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? V2 becomes 0. ഫസ്റ്റ് കണ്ടീഷൻ എന്താ പറയുന്നത്? V2 equal to 0. സെക്കൻഡ് കണ്ടീഷനിലെ ഇൻപുട്ട് ഷോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ, സോ ഫസ്റ്റ് പോർട്ട് ഷോർട്ട് ചെയ്യണം. സോ V1 equal to 0. ഇതാണ് രണ്ട് കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. നമ്മളെ ജനറൽ ഇക്വേഷൻ എന്തേ? ജനറൽ ഇക്വേഷൻ വി നോ എന്തായിരിക്കും ജനറൽ ഇക്വേഷൻ? I1 equal to അല്ലേ? I1 equal to Y11 V1 plus Y12 V2. Also I2 equal to Y21 V1 plus Y22 V2. So ഇവിടെ നമുക്ക് കേസ് ഓൺ V2 equal to 0 അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കേസ് ഓൺ എന്ന് പറഞ്ഞിരിക്കുന്നത് V2 equal to 0. So putting V2 equal to 0, I1 equal to Y11 by V1. മനസ്സിലായി? So Y11 equal to I1 by V1. തന്നേക്കുന്ന I1 ന്റെ വാല്യൂ V1 ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. I1 ന്റെ വാല്യൂ എത്രയാണ്? 2.1 ആംഗിൾ -30. 2.1 ആംഗിൾ -30 ഡിവൈഡിംഗ് ബൈ V1 ന്റെ വാല്യൂ എന്താണ്? V1 ന്റെ വാല്യൂ 50 ആംഗിൾ 0. ഫസ്റ്റ് കണ്ടീഷനിലാണ് എഴുതാൻ കേട്ടോ. 50 ആംഗിൾ 0. സോ 50 ആംഗിൾ 0. മാഗ്നിറ്റ്യൂഡ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഞാനിപ്പോ ചെയ്യുന്നില്ല, തൽക്കാലം ഞാൻ എഴുതുവാണ്. 2.1 ഡിവൈഡ് ബൈ 50 ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുക? കുറയ്ക്കുക. -30 -0. സോ -30. ക്ലിയർ? ഇതായിരിക്കും കിട്ടുന്ന ഫസ്റ്റ്. കംപ്ലീറ്റ് ചെയ്യാം. സോ അത് അപ്പുറത്തോട്ട് കയറിയല്ലേ, നമുക്കിത് ഇപ്പുറത്തേക്ക് താഴേക്ക്. സോ Y11 equal to നമുക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 2.1 divided by 50 angle -30. ഓക്കെ. അതേപോലെ ഈ കണ്ടീഷൻ കേസ് ഓണിൽ ഇവിടെ എന്തോ ആയിരിക്കും? ഇവിടുത്തെ കണ്ടീഷൻ എങ്ങനെയായിരിക്കും? കേസ് ഓണില് V2 0 ആണ്. സോ I2 equal to Y21 into V1. So Y21 equal to I2 by V1. So I2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? -1.1 ആംഗിൾ -20. -1.1 ആംഗിൾ -20 ഡിവൈഡഡ് ബൈ V1 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? V1 ന്റെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് 50 ആംഗിൾ 0 അല്ലേ? 50 ആംഗിൾ 0. സോ അത് നമ്മൾ ഡിവൈഡ് ചെയ്യുക. നിങ്ങൾക്ക് Y21 equal to -1.1 by 50 ആംഗിൾ -20 എന്ന് പറഞ്ഞു. മനസ്സിലായി? ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെ നമുക്ക് രണ്ട് വാല്യൂസ് ഫസ്റ്റ് കണ്ടീഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? Y21 ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. Y21. ക്ലിയർ? അടുത്ത് കേസ് 2. ഇവിടെ കേസ് 1 ആണ് നമ്മൾ എഴുതിയത്. അടുത്ത് കേസ് 2. കോപ്പി ചെയ്യാം. കേസ് 2 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 equal to 0 ആണ്. അപ്പോ ഈ മെയിൻ ഇക്വേഷനിൽ V1 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? I1 equal to Y12 into V2 എന്ന് പറയും. സോ Y12 equal to I1 by V2. സോ I1 എന്ന് പറയുന്ന വാല്യൂ എന്താണ്? രണ്ടാമത്തെ കേസിൽ പറഞ്ഞേക്കുന്ന I1 ന്റെ വാല്യൂ -1.1 ആംഗിൾ -20. -1.1 ആംഗിൾ -20 ബൈ V2 ന്റെ വാല്യൂ എന്താണ്? രണ്ടാമത്തെ കേസിലെ V2 ന്റെ വാല്യൂ 50 ആംഗിൾ 0. സോ 50 ആംഗിൾ 0. സോ നമുക്ക് -1.1 ഡിവൈഡ് ബൈ 50 ആംഗിൾ എന്താണ്? -20 -0. സോ -20. സിമിലർലി അത് ഇപ്പൊ നമുക്ക് താഴെ എഴുതാം. ഇവിടെ അപ്പുറത്ത് നമുക്ക് എഴുതാവുള്ളല്ലേ. സോ ഇവിടെ എന്തായിരിക്കും വരിക? Y12 equal to -1.1 ആംഗിൾ -20. സോറി,
by 50 angle minus 20. അപ്പൊ ഈ സൈഡ് എന്ത് വരും? ഈ സൈഡ് I2 ഈക്വൽ ടു നമ്മൾ V1 അല്ലേ സീറോ ആക്കുന്നേ, V1 സീറോ ആകുമ്പോൾ എന്താ വരുന്നത്? Y22 into V2. So Y22 equal to I2 by V2. I2 ഒരു സെക്കൻഡ്, I2 by V2. So I2 ന്റെ വാല്യൂ എന്തുവാണ്? ഇവിടെ ഉണ്ടോ? ഇല്ല. I2 ന്റെ വാല്യൂ എന്തുവാണ്? 3 angle minus 15. So 3 angle minus 15 by V2 ന്റെ വാല്യൂ ഉണ്ടോ? V2 ന്റെ വാല്യൂ നമ്മൾ എഴുതിയിട്ടുണ്ട്, നേരത്തെ ഇവിടെ ഉണ്ട്, ഫസ്റ്റിൽ തന്നിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുമ്പോഴേ Y22 equal to 3 by 50 angle minus 15 minus 0 minus 15 എന്ന്. ഇതാണ് നമുക്ക് അവിടെ കിട്ടുന്ന വാല്യൂസ്. അപ്പോൾ ഒന്ന് കോപ്പി ചെയ്യാം. ഓക്കെ, ഓക്കെ, ഇത് വേഗം കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത് ABCD പാരാമീറ്റർ. ഒരു സെക്കൻഡ്, ABCD പാരാമീറ്റർ. ABCD പാരാമീറ്റർ. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയല്ലോ. ABCD പാരാമീറ്റർ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ, നീട്ടത്തില്ല. ഓക്കെ, ABCD പാരാമീറ്റർ ഓർ ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ABCDയും ഇൻവേഴ്സ് ABCDയും കൂടെ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് നമുക്ക് ഇന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. പ്രോബ്ലംസ് അടുത്ത ക്ലാസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ 2 പോർട്ട് നെറ്റ്വർക്ക് എല്ലാ കേസിലുള്ള 2 പോർട്ട് നെറ്റ്വർക്ക് സെയിം തന്നെയാണ്. ആ 2 പോർട്ട് നെറ്റ്വർക്ക് ഇവിടെ V1, ഇത് V2, ഇത് I1, ഇത് I2, ഇതൊക്കെ ശരിയാണ്. അപ്പൊ എല്ലാ പാരാമീറ്റേഴ്സിനും, ഇത് മൂന്നാമത്തെ പാരാമീറ്റർ ആണ്, എല്ലാ പാരാമീറ്റേഴ്സും ഞാൻ നിങ്ങൾക്ക് ഓരോ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇത്രയും നേരം പറഞ്ഞ പോലെ എളുപ്പമായിട്ടുള്ള ഒരു ഇക്വേഷൻ അല്ല, എന്നാൽ കുഴപ്പമില്ല. H പാരാമീറ്റർ ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് എന്ന് പറയാം. H പാരാമീറ്റർ അതിന്റെ ഇൻവേഴ്സ് ആണ്, ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ട്. ഇത് കുഴപ്പമില്ല. ഇത് V1 ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, A ഇൻറ്റു V2 മൈനസ് B ഇൻറ്റു I1, സോറി I2. ഓൾസോ ABCD അല്ലേ, C ഇൻറ്റു V2 മൈനസ് D ഇൻറ്റു I2. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ ഇതാണ് നമ്മളെ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ബേസിക് ഇക്വേഷൻ എല്ലാത്തിലും പഠിപ്പിച്ചില്ലേ, അതായത് 2 പോർട്ട് നെറ്റ്വർക്കിന്റെ ബേസിക് ഇക്വേഷൻ ആണ്. A into V2 minus B into I2 is equal to V1 and C into V2 minus D into I2 equal to I1. ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് ആക്കുകയാണെങ്കിൽ V1 I1 equal to A B C D into V2 minus I2. കാര്യം ഇതിന്റെ ഇടയ്ക്ക് മൈനസ് ആണ്, അത് ഓർത്തോണം. ഈ ABCD നെറ്റ്വർക്കിൽ മാത്രമേ മൈനസ് ഉള്ളൂ കേട്ടോ, ബാക്കി എല്ലായിടത്തും പ്ലസ് ആ. ABCDക്ക് മാത്രം ഇവിടെ മൈനസ് വരുന്നുള്ളൂ. ഓക്കെ, ഇതാണ് അതിന്റെ പാരാമീറ്റർ. ബാക്കി കണക്കുകളൊക്കെ പിന്നെ ഇതിന്റെ കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി, വ്യത്യാസമുണ്ട്. ഇലക്ട്രിക്കലുകാർക്ക് മനസ്സിലാവും. നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്റർ ആണ് ABCD പാരാമീറ്റർ അല്ലേ. നമ്മൾ ട്രാൻസ്മിഷൻ ലൈനിന്റെ ഷോർട്ട്, മീഡിയം, ലോങ് ട്രാൻസ്മിഷൻ ലൈനിന്റെ ABCD പാരാമീറ്റർ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ അത് തന്നെയാണ് കണ്ടീഷൻ ഫോർ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. AD മൈനസ് BC ഈക്വൽ ടു 1. കണ്ടീഷൻ ഫോർ സിമിട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടീഷൻ ഫോർ സിമിട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഈക്വൽ ടു D. ഇതാണ് ട്രാൻസ്മിഷൻ പാരാമീറ്ററിന്റെ ഇക്വേഷൻ. ഇതിന് ഇക്വലന്റ് സർക്യൂട്ട് ഇല്ല കേട്ടോ, H പാരാമീറ്ററിനെ ഉള്ളൂ. ഇനി അടുത്ത് ഇക്വലന്റ് സർക്യൂട്ട് അവൈലബിൾ ആയിട്ടില്ല. ഇത്രയും നിങ്ങൾ നോക്കി വെച്ചേക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ഇൻവേഴ്സും കൂടെ എഴുതിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം.
അടുത്ത് വരുന്ന ഇൻവേഴ്സ് ABCD പാരാമീറ്റർ. നാലാമത്തത് ഇൻവേഴ്സ് ABCD പാരാമീറ്റർ. അതിനെല്ലാത്തിനും ഡാഷ് കൊടുക്കുക. A dash B dash. അതായത് ഇൻവേഴ്സ് ABCD എന്ന് പറയുന്നത് A dash B dash C dash or ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ. ഇൻവേഴ്സ് ട്രാൻസ്മിഷൻ പാരാമീറ്റർ ഓർ ഇൻവേഴ്സ് ABCD പാരാമീറ്റർ. ഇവിടെ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ V1 ഉം I1 അല്ലേ വന്നേ. അപ്പൊ ഇവിടെ എന്ത് വരും? V2 I2. അവിടെ നോക്കി തന്നെ ഒന്ന് പഠിച്ചാൽ മറ്റേ എളുപ്പമാണ്. A into V1 minus B into I1. മനസ്സിലായി? A ഡാഷും B ഡാഷും വരും കേട്ടോ. A ഡാഷും B ഡാഷും. കാര്യം ABCD എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എഴുതുന്നത്. ഇൻവേഴ്സ് എടുക്കുമ്പോൾ A ഡാഷ് B ഡാഷ് വരും. That is equal to C dash into V1 minus D dash into I1. മനസ്സിലായി? മെട്രിക്സ് ഉണ്ടാക്കുവാണെങ്കിൽ അതും നേരത്തെ പോലെ തന്നെയാണ്. V2 I2 equal to A dash B dash C dash D dash into V1 minus I1. ഇതായിരിക്കും വരാം. കണ്ടീഷൻ ഫോർ റെസിപ്രോക്കൽ എന്നും കണ്ടീഷൻ ഫോർ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാലും കണ്ടീഷൻ ഫോർ സിമിട്രി എന്ന് പറഞ്ഞാലും ഫോർ സിമിട്രി എന്ന് പറഞ്ഞാലും നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്താണ്? A dash D dash minus B dash C dash equal to 1. അവിടെ ഡാഷ് ഇല്ലാതെ പറഞ്ഞു ഡാഷ് ഇട്ട് പറയുന്നു. അത്രയുള്ള വ്യത്യാസം. സിമിട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? A dash equal to D dash. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർത്ത് വെച്ചേക്കും.